Hey my angels and Aishwarya and welcome to our channel Blush with Ash and welcome to another day in my life. Weekend ആണെന്ന്. ഇന്ന് ആക്ച്വലി നമ്മളുടെ 100 days of workout challenge ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും ജിമ്മിൽ പോവുകയാണ്. എല്ലാ ദിവസവും ജിമ്മുണ്ടല്ലോ. ഇന്ന് സാറ്റർഡേ ജിമ്മിൽ പോവാണ്. പക്ഷെ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിപ്പോയി. 6:30 അലാം വെച്ചിട്ട് അലാം ഓഫ് ചെയ്തിട്ട് ഞാൻ യൂഷ്വലി അപ്പോൾ തന്നെ ചാടി എണീക്കാറുള്ളതാണ്. പക്ഷേ 7 o'clock കഴിഞ്ഞപ്പോഴാണ് എണീച്ചത്. അതുകൊണ്ട് 7:30 എത്തുന്ന ഞങ്ങൾ 7:45 7:50 ആകുമ്പോൾ എത്തുന്നതേ ഉള്ളൂ. അയ്യാ എൻ്റെ അമ്മേ. അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ജിമ്മിലെത്തി കേട്ടോ. അപ്പോൾ ആരും എണീറ്റിട്ടൊന്നുമില്ല. ഇന്ന് ലെഗാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇന്ന് കുറച്ച് ഇന്നും നമ്മളുടെ വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ വീട്ടിലത്തുള്ള പരാക്രമങ്ങളും കാര്യങ്ങളല്ലേ ഉള്ളൂ. പക്ഷെ ഇന്ന് കുറച്ച് കാര്യങ്ങൾ സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. എന്താന്ന് അയ്യോ വഴിയേ പറയാം. 3 നില ഞാൻ സ്റ്റെപ്പ് ചവിട്ടി കയറിക്കണമെങ്കിൽ അങ്ങനെ ടയർഡാവുന്നു. ഇവിടെ ഒരു നമുക്ക് ലിഫ്റ്റ് ഒന്നും സെറ്റ് ആയിട്ടില്ല, കണ്ടില്ലേ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇന്ന് വീക്കെൻഡാണ്. ഇന്ന് നമുക്ക് ഔട്ടിംഗ് ഉണ്ട്, സ്പെഷ്യൽ ഔട്ടിങ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പയ്യൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. റീച്ച് ജിം. ഓക്കെ, ജിമ്മിൽ നിന്നാണ് ഞാൻ എൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയും നമുക്ക് പരാക്രമങ്ങളിലേക്ക് കിടക്കാം. യെസ്, നമ്മൾ ജിമ്മിലേക്ക് ഷൂസ് സോക്സും ഒക്കെ ഇട്ട് സെറ്റായി. ഇവിടെ ദീപ നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് കേട്ടോ. നമ്മളോട് ആ പിറകെ പറഞ്ഞിരിക്കുക. പിന്നെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് ഒന്ന് സ്റ്റൈൽ മാറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ലൂസ് ട്രാക്സും ക്രോപ്പ് ടോപ്പാണ് ഇട്ടത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ കുറേ മാസങ്ങളായിട്ട് 10 മാസമായിട്ട് ലെഗിങ്സ് ഇട്ടിട്ട് ലൂസ് ട്രാക്സ് ഇട്ടിട്ടുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ട്, നല്ല സുഖമുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇത് ഞാൻ ഇവിടുത്തെ ഒരു സാധാരണ കടയിൽ നിന്ന് വാങ്ങിച്ചത്. സാധാരണ പുറത്തുള്ള ടോപ്പാണ്, ബട്ട് സ്റ്റിൽ ഞാൻ ജിമ്മിലിട്ടാണ് എടുത്തത്. എനിക്ക് ഇങ്ങനത്തെ കുട്ടികളുടെ പടമുള്ള സാധനങ്ങളൊന്നും ഞാൻ പുറത്തിടാറില്ല. പക്ഷെ ജിമ്മിലിടാൻ വേണ്ടി പറ്റിയ മെറ്റീരിയലാണ്. അപ്പം അങ്ങനെ നമ്മൾ റെഡിയായി നമുക്ക് ഒരു വർക്കൗട്ട് തുടങ്ങാം. അങ്ങനെ നമ്മൾ ഇന്ന് വ്ളോഗിങ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളുടെ ബാക്കിയുള്ള ട്രെയിനേഴ്സൊക്കെ എന്നെ വന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ക്യാമറയും ട്രൈപ്പോഡായിട്ടാണ് എല്ലാ ദിവസം പോകുന്നത്. അപ്പോൾ തന്നെ പറയും, ഇന്ന് വീഡിയോ എടുപ്പാണല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ കളിയാക്കലാണ് എല്ലാവരുടെയും സ്ഥിരം പരിപാടി തന്നെ. പിന്നെ ഞങ്ങൾ ലെഗ് ഡേയിലേക്ക് കടന്നു. ഞാനും ദീപയും കൂടിയാണ്, ഞങ്ങൾ ഒരുമിച്ചാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി കപ്പിൾ വർക്കൗട്ടാണ് മിക്കപ്പോഴും ചെയ്യുന്നത്, ഞാനും ദീപയും. അപ്പോൾ അതൊരു പ്രത്യേക എനർജിയാണ് കേട്ടോ. നിങ്ങൾക്ക് ആരെങ്കിലും, ഞാൻ യൂഷ്വലി എല്ലായിടത്തും പറഞ്ഞു വെച്ചാൽ നമ്മൾ ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഒരിക്കലും ജിമ്മിൽ പോകരുത്. ബട്ട് ഇഫ് യു ഹാവ് എ കപ്പിൾ ദെൻ നല്ല രസമാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ദീപ ഇല്ലെങ്കിലും പോകും, ദീപ ഞാനില്ലെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വരും. നമ്മളങ്ങനെ ഒരാളുടെ അവൈലബിലിറ്റി മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ പോകണമെങ്കിൽ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യും. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മൾ ഒരാളുണ്ടെങ്കിൽ മാത്രമേ വർക്കൗട്ട് ചെയ്യുള്ളൂ. പക്ഷേ നമ്മൾ കപ്പിൾ വർക്കൗട്ട് ഭയങ്കര അടിപൊളിയാണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ സാറ്റർഡേയ്സ് ആണ് നമ്മൾ ലെഗ് ഡേ ചെയ്യണത്. സോ ദാറ്റ് നമുക്ക് സൺഡേ ഒരു ദിവസം റിക്കവറി ടൈം കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചധികം വർക്കൗട്ടുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ റെഗുലർ ആയി കഴിഞ്ഞാൽ ഈ ലെഗ് ഡേ വലിയ പ്രശ്നമില്ലാണ്ടാവും. പക്ഷേ നമ്മൾ റെഗുലർ ആവണം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും കേട്ടോ. എനിക്ക് ആദ്യം ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഒബ്വിയസ്ലി ഭയങ്കര വേദനയായിരുന്നു. പക്ഷേ ചെയ്ത് നമ്മൾ റെഗുലർ ആയി കഴിയുമ്പോഴത്തേക്കും വലിയ പ്രശ്നമില്ലാണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാർഡിയോ ചെയ്തു കേട്ടോ. ബൈ. യെസ് കുട്ടീസ്, അങ്ങനെ നമ്മൾ ഇന്നത്തെ നമ്മളുടെ ലെഗ് വർക്കൗട്ട് ഭയങ്കര കാര്യമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ ആരൊക്കെ എഴയും അവിടെ ദീപനെ നമ്മൾ മറ്റേ ഈ ഹാൻഡ് റീൽസിൽ നിന്ന് തള്ളിവിടാൻ വേണ്ടി വേണം അല്ല ദീപ? ഇതിലൂടെ മറ്റേ ലുട്ടാക്ക് ശയന പ്രദക്ഷിണം പോലെ കിടക്കൂ തള്ളട്ടി. ഇന്നലെ ഇന്ദു ഓൾറെഡി ചെയ്തിട്ട് ഇന്ദു ദിത്താമാണ്. ഇന്ന് മറ്റൊരു പോലെയുള്ള പണ്ടാരോ. ഇന്ന് നമുക്ക് കോൺസേർട്ട് ഉണ്ട് കേട്ടോ. ഞാൻ പറയാം, നമുക്ക് ജോബ് കുര്യന്റെ കോൺസേർട്ട് ഉണ്ട് ബാംഗ്ലൂരിലുള്ള നമ്മുടെ നെക്സസ് ശാന്തിനികേതൻ മാളിൽ. അപ്പോൾ നമ്മളവിടെ പോവാണ് ഇന്ന്. എൻ്റെ ദൈവമേ, കോൺസേർട്ടിന് എന്ത് ഞൊണ്ടി കോൺസേർട്ടിന് വേണ്ടി ഓണം നിൽക്കുക കേട്ടോ. അയ്യോ, ഇത് നമ്മുടെ ഇവിടെ നെക്സസ് ശാന്തിനികേതൻ മാളിൽ ജോബ് കുര്യന്റെ കോൺസേർട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാനും എഡും അനുവും ചിലപ്പോൾ പിള്ളേരും ഞങ്ങളെല്ലാവരും കൂടി 5 പേരും കൂടി മിക്കാറും ഞങ്ങൾ പോകും. മിക്കാറില്ല, നമ്മൾ ഇന്നലെ പോകും. ഓക്കെ, നമുക്ക് ടിക്കറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. ഞാൻ പറഞ്ഞു ഇന്ന് നമുക്ക് കറക്കമൊക്കെ ഉണ്ടെന്നതാണ് പറഞ്ഞത്. അപ്പോൾ ജോബ് കുര്യനെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിൻ്റെ കൂടെ കതിരെല്ലാം കെട്ടണ പതിരെല്ലാം പറ്റണ അത് കേൾക്കാൻ, ലൈവായിട്ട് കേൾക്കാൻ ഞാൻ ഭയങ്കര അധികം എക്സൈറ്റഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് സംഭവം. അതിന് മുന്നേ നമുക്ക് വേറെ കുറേ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോകാൻ വെച്ചാൽ ഓൾറെഡി നമുക്ക് ലേറ്റായി. 9:30 എന്താണ്ടും കഴിഞ്ഞു ഓൾറെഡി. ഇനി നമുക്ക് പോകാൻ വീട്ടിൽ. ചേച്ചി ഇത് വേണം പിടിച്ചാ.
ഹലോ. അങ്ങനെ ജിമ്മിൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നിട്ടോ. നല്ല നല്ല ഫ്രഷ് പപ്പായയും നല്ല പൈനാപ്പിളും കണ്ടപ്പോൾ എനിക്ക് വാങ്ങിക്കാതിരിക്കാൻ തോന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഭയങ്കര ഫ്രൂട്ട്സ് പ്രാന്തനാണ്. അതിൻ്റെ കൂടെ പപ്പായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൈനാപ്പിൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പൈനാപ്പിളിൻ്റെ ഫാനൊന്നുമല്ല, എനിക്കിഷ്ടമാണ് പൈനാപ്പിൾ. പക്ഷേ പപ്പായാണ് എൻ്റെ മെയിൻ സാധനം. എൻ്റെ വീട്ടിൽ ഞാനും അമ്മയും മാമയും മാത്രമേ പപ്പായ കഴിക്കുള്ളൂ. നമ്മളുടെ പുരുഷ ജനങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ പപ്പായ കഴിക്കില്ല. ദേ ഡോണ്ട് ലൈക്ക് പപ്പായ, ബട്ട് ഐ ലവ് പപ്പായ. ഭാവിക്കും അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണോ. അപ്പം ഞങ്ങളങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പപ്പായൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലെത്താൻ വേണ്ടി പോകണം. 9:45. എൻ്റെ അമ്മയെ ഇന്ന് നന്നായിരുന്നു. നാളെ നമ്മൾ ഇഴയോ ഉരുളുവോ ഒന്നും അറിയത്തില്ല. ലെഗ് ഡേ കഴിഞ്ഞിട്ട് കുഴപ്പമില്ലെന്ന് തോന്നണം. പക്ഷെ ഞാൻ റെഗുലർ ആയതുകൊണ്ട് 3 ആഴ്ച 4 ആഴ്ച കണ്ടിന്യൂസ്ലി ലെഗ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ലെന്നാണ് അറിയാൻ പാടില്ല. നാളെ അറിയാം. നമുക്ക് വീട്ടിൽ കയറാവേ. ഹായ്, ഗുഡ് മോർണിംഗ്. ജിമ്മിൽ പോയത് എന്താ? എന്റെ സ്റ്റൈല് മാറ്റിയേട്ടാ. എങ്ങനെയുണ്ട്, കൊള്ളാമോ? മമ്മി ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? അമ്മയ്ക്ക് സമ്മാനം നമ്മുടെ പപ്പായ ഡ്രസ്സിന്റെ പപ്പായയും പൈനാപ്പിളും നല്ല ഫ്രഷ് ആണ്. നോക്ക് അല്ലേ? ആ ചെറുതുങ്ങളൊക്കെ എന്തേ എണിച്ചില്ല? ഓ നല്ല ഉറക്കം. എന്ത് ചെയ്യാവോ? ഹലോ. എന്റെ ഒച്ച കേട്ടത് എണീറ്റ് അല്ലാടെ നീ? അല്ല സത്യം. ഗുഡ് മോർണിംഗ് ചാച്ച. ഗുഡ് മോർണിംഗ്. ഇവന്റെ മുടി ഉണ്ടല്ലോ രാത്രി ചൊറിയും നമുക്ക്. അല്ല ഇടപെടി. ഗുഡ് മോർണിംഗ് ജീവേ. അമ്മയ്ക്ക് ഉമ്മതാ. ഗുഡ് മോർണിംഗ് ഉമ്മതാ. തരില്ല. ഏട്ടൻ എവിടെ? എടാ ഏട്ടാ, എന്താണ് നീ ചെയ്യണ കള്ള? ഫുഡ് കഴിച്ചാ നീ? ഉണ്ണിക്കുട്ടി ഇവിടെ 2 ദിവസത്തിൽ ഭയങ്കര കരച്ചിലും സങ്കടമൊക്കെ ആയിരുന്നിട്ട്. അവന്റെ വളരെ ക്ലോസ് ഫ്രണ്ട് നമ്മുടെ വ്ളോഗിലൊക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്, അക്ഷയ് എന്ന് പറഞ്ഞിട്ട്. നമ്മളുടെ നെയ്ബറാ, സെയിം ഫ്ലോറ്, തൊട്ടപ്പുറത്ത് വീട്. ഭയങ്കര ക്ലോസ് ആണ്. ഇവിടെ നമ്മളുടെ ബാംഗ്ലൂരിൽ ഇത്തവണ വന്നതിന് ശേഷം അവന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് അവൻ. വേറെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അവന്മാരുടെ ഇടയ്ക്ക് തെറ്റും പിന്നെ കൂടും. പക്ഷെ ഇവനായിട്ട് ഭയങ്കര ആത്മബന്ധമായിരുന്നു കേട്ടോ. പക്ഷെ അവൻ 2 ദിവസം മുന്നേ നോർവേയിലേക്ക് പോയി. എന്തൊരു കരച്ചില്ലായിരുന്നു അറിയോ, ഭയങ്കര സങ്കടമായിരുന്നു. അവര് മൂവ് ചെയ്തതാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക്. ആസ് ഓഫ് നോ 2 വർഷത്തേക്ക് പോയി. പിന്നെ എത്ര വർഷം എക്സ്റ്റെൻഡ് ആവുമെന്നൊന്നും അറിയില്ല. അപ്പൊ അവര് തേഴ്സ്ഡേ നൈറ്റ് അവര് പോയി. അയ്യോ ഒന്നും പറയണ്ട എന്റെ ദൈവമേ. അല്ല ഏട്ടാ, ഭയങ്കര സാഡ് ആയിരുന്നല്ലേ അവൻ. അങ്ങനെ അവൻ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും കരഞ്ഞു കണ്ടിട്ടേ ഇല്ല. യൂഷ്വലി അങ്ങനത്തെ കാര്യത്തിലൊന്നും കരയാറില്ല. പക്ഷെ ഭയങ്കര സങ്കടമായിരുന്നു. ഇന്നലെയൊക്കെ എന്ത് വിഷമം എന്നറിയാം. പിന്നിപ്പോ വലിയ കുഴപ്പമില്ല. പക്ഷെ എന്താ അവനുമായിട്ട് ഭയങ്കര കൂട്ടം. അവന്റെ ഫുട്ബോൾ കോച്ചിങ്ങിന് അവനുണ്ട്, കളിക്കാൻ എല്ലാത്തിനും അവനുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിൽ വഴക്കുകളും അടിപിടി ബഹളം കച്ചറ കളികളൊന്നുമില്ല. അവിടെ പോയാലും പീസ്ഫുൾ കളി, ഇവിടെ വന്നാലും പീസ്ഫുൾ കളി. പക്ഷെ അവനങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കും ഭയങ്കര വിഷമായി അല്ലേ? നിനക്ക് വിഷമായില്ലടാ? വി മിസ് യു അക്ഷയ് അല്ലേ? നമുക്കിന്ന് വെള്ളയപ്പവും നല്ല അടിപൊളി ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ. വെള്ളയപ്പം സ്റ്റൂ ആണ്. എക്സൈറ്റഡ്. അണ്ണപ്പനും ഞാനും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറെ നാളായില്ലേ? അയ്യോ അല്ല ഏട്ടാ, നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് കുറെ നാളായില്ലേ അല്ലേ? കഴിഞ്ഞ വീക്കെൻഡ് ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലേ? ഡിന്നർ കഴിക്കാണെങ്കിൽ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുറെ നാളായി. ഡിന്നർ കഴിക്കാനുണ്ട് നമ്മള്. അങ്ങനെ ഞങ്ങൾ 3-4-5 പേരും കൂടി ഇരുന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവ ഇങ്ങനെ സ്ലീപ്പി ആയിട്ട് കയ്യിലിരിക്കുകയാണ്. പിന്നെ അവൾ ബ്രഷ് ചെയ്യാത്തതുകൊണ്ട് അവൾക്ക് കൊടുക്കാനുണ്ടായിരുന്നില്ല. പിന്നെ അവൾക്ക് ഫുഡ് കൊടുത്തത്. മണിക്കൂറുകൾക്ക് ശേഷമുള്ള പ്രയത്നത്തിന് ഒടുവിൽ നമ്മൾ 11 മണിയായപ്പോഴത്തേക്കും മാമയ്ക്ക് ഭക്ഷണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടോ. മാമയ്ക്ക് ഭയങ്കര ഡിലേയാണ് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇന്നലാണോ അതെ ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു സന്ധ്യക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ കളക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്റെ ഡെന്റിസ്റ്റിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഡെന്റിസ്റ്റിനെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല്ല് റിവ്യൂ ഉണ്ട്. എനിക്ക് റൂട്ട് കനാൽ ഇതാണ് കഴിഞ്ഞ ആഴ്ച. അപ്പൊ കഴിഞ്ഞല്ലേ ഈ ആഴ്ച മൺഡേ. അപ്പൊ അതുകൊണ്ട് അതിന്റെ റിവ്യൂക്ക് പോകണം. എനിക്ക് ഇന്നലെ പോകേണ്ടതായിരുന്നു, പക്ഷെ ഇന്നലെ പോകില്ലേ. എനിക്ക് റിവ്യൂവിന് പോകണം. ഹായ്, താങ്ക് യു. ജീവനം കൊണ്ട് ഓടുന്ന സന്ധ്യ കാണിക്കാനില്ല. ശരി. അപ്പൊ സന്ധ്യയുടെ മോളില് ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ വേണ്ടി ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്.
എന്നെ ഇങ്ങനെ ടെംപ്റ്റ് ചെയ്യിച്ചു ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ടോന്ന്. പക്ഷേ ഞാൻ കുളിച്ചിട്ടില്ല ജിമ്മിൽ പോയിട്ട് വന്നതിന്. എനിക്ക് കുളിച്ചിട്ട് എൻ്റെ ഡെന്റിസ്റ്റിനെ കാണാൻ വേണ്ടി പോകണം. എനിക്ക് നമ്മളുടെ കൊല്ലത്തിലുള്ള ഇവൻറ്റിൽ പോണതിന് മുന്നേ ഭയങ്കര പല്ലുവേദന വന്നിട്ട് അത് റൂട്ട് കനാൽ ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ ആണെന്ന്. അപ്പോൾ അതിന് എനിക്കിന്ന് പോയാൽ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കറങ്ങി നടന്നാൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഡോക്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും മേലൊഴുകിയിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ അനു വരും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്. നമ്മളിന്ന് ജോബ് കുര്യൻ്റെ കോൺസേർട്ടിന് പോകണത് അനുവിനെയും കൂട്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അനു 5 o'clock ആകുമ്പോൾ വരാമെന്നിട്ട് അനു ഇപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. യെസ്, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞോണ്ടിരുന്നത്, അതിൻ്റെ ലിഫ്റ്റിൽ ആൾ വന്നിട്ടുണ്ടായിരുന്നു. ലിഫ്റ്റിൽ ആളുണ്ടായിരുന്നുകൊണ്ട് പിന്നെ ഞാൻ സംസാരിക്കാത്തതാണ്. അപ്പോൾ അങ്ങനെ ലാപ്ടോപ്പ് കിട്ടി. ഞാൻ സന്ധ്യൻ്റെ മോളിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് വരും. അപ്പോൾ എനിക്കിന്ന് മെയിൽ ഇട്ട് ഡോക്ടർ ഇന്ന് ഉണ്ടോയെന്ന് ആദ്യം ചെക്ക് ചെയ്യണം ഡെന്റിസ്റ്റ്. എനിക്ക് ഭയങ്കര പല്ലുവേദന എന്നിട്ട് റൂട്ട് കനാൽ ചെയ്തു. അപ്പോൾ ഇന്ന് പോയിട്ട് റിവ്യൂ ആൻഡ് ഓൾസോ ക്യാപ്പ് വയ്ക്കാനുള്ള മെഷർമെൻറ്റ് എടുക്കണം. അപ്പോൾ ഞാൻ ഡോക്ടർ ഉണ്ടോ നോക്കട്ടെ. ബൂബുടിയുടെ ഡ്രസ്സ് കാണിക്കും, ന്യൂ ഡ്രസ്സ് ഇങ്ങോട്ട് നോക്കട്ടെ. ചേടി അവിടെ നിൽക്ക്. ഹായ്, നല്ല ഡ്രസ്സല്ലേ? ഇവിടെ നമ്മളുടെ ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സുണ്ട്. നീ ഇങ്ങനെ നിൽക്കടാ, നല്ല ഭംഗിയുണ്ട്. കറങ്ങി കാണിക്കൂ. പൊളിപ്പിച്ചതാണ്. ഇപ്പോൾ ഇച്ചിരി പൊടിക്ക് വലുതാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് 3 years എടുത്തപ്പോഴത്തേക്കും കുറച്ച് ചെറുതായിരുന്നു. 4 years ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഇത്തിരി ഒരു പൊടിക്ക് നീളം കൂടുതലാണ്. പക്ഷെ നല്ല സുഖമായിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നൈറ്റിയൊക്കെ ഇട്ട് അടിപൊളിയാണ് അല്ലേടാ. അങ്ങനെ ചെരുപ്പ് ഡയറി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അവളെ കുളിപ്പിച്ചു. ഇനി ഞാൻ എൻ്റെ ഡോക്ടറെ വിളിച്ചൊന്നും അറിയില്ല, എടുക്കുന്നില്ല. കിരണും ഡോക്ടറെ അടുത്ത് പോകണമായിരുന്നു. കിരണ് യൂറിക് ആസിഡിൻ്റെ പ്രശ്നം വന്നിട്ട് ഭയങ്കര കാലുവേദനയായിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ കുറേ കുറഞ്ഞു. പക്ഷെ എന്നാലും ഒന്ന് പോകണം ഡോക്ടറെ അടുത്ത്. അപ്പോൾ ആ ഡോക്ടർ എടുക്കുന്നില്ല, എൻ്റെ ഡെന്റിസ്റ്റ് കൊടുക്കുന്നില്ല. ഐ ഡോണ്ട് നോ വൈ. അപ്പോൾ മീൻ വൈൽ ഞാൻ കുളിക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് 11:30. അപ്പോൾ അതിനിടയിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണമായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഹുക്ക് സ്റ്റെപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പഠിച്ചെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ മറ്റേ സോണിയിലെ പാട്ട് ചെയ്താണ് ആ മേരി മാനേജ, ആ പാട്ട് നല്ല രസമല്ലേ. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് പഠിച്ചിട്ടില്ല കേട്ടോ. യെസ്, അപ്പം അങ്ങനെ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലെഗ് ഡേ കഴിഞ്ഞിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള എൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കല്ല് പിടിച്ച മനസ്സായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ആ പണിക്ക് പോകില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഐ ലവ് ടു ഡാൻസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചെയ്യുമായിരുന്നു. ഓക്കെ, അതിനുശേഷം കുളിക്കാൻ വേണ്ടി പോവാണ്. ഡെഡാണ്, കാലും നടുവൊന്നും അനക്കാൻ വയ്യ. ഇന്നലെയൊക്കെ നമ്മൾ മറ്റേ ഡെഡ് ലിഫ്റ്റ് ഒക്കെ എടുത്തിട്ടുള്ള വർക്കൗട്ട് ആയിരുന്നു ഇന്നലെ. അത് കഴിഞ്ഞപ്പോൾ തന്നെ നടുവൊന്നും അനക്കാൻ വയ്യ. എൻ്റെ അവനെ അതിൻ്റെ ഇടയിൽ കൂടെ ഇന്ന് ലെഗും കൂടി ആയപ്പോൾ അടിപൊളി. അപ്പോൾ എന്തായാലും കുളിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് കാണാം. കുഞ്ഞു എന്തേ കുഞ്ഞു? ഹായ് കുഞ്ഞു. എവിടെയാ വന്നത് നമ്മൾ? ഡോക്ടർ എടുത്ത് ശരിക്കും. ഓക്കെ, ഹലോ ഏട്ടാ, മെഡിസിൻ കിട്ടിയോ? ഞങ്ങളിവിടെ നമ്മളുടെ അടുത്ത് തന്നെ, വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഡോക്ടറിൻ്റെ അടുത്താണ് നമ്മൾ മെഡിസിൻ വരുന്നത്. നമ്മൾ ഹോമിയോ മെഡിസിനാണ് നല്ല കഴിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ ഡോക്ടറിനെ കണ്ടുപിടിച്ചതായിരുന്നു. അപ്പോൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് വന്ന് ഏട്ടന് മെഡിസിൻ കിട്ടി. എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുണ്ടോ. എനിക്കാണെങ്കിൽ ഇന്ന് ലെഗ് ഡേ ചെയ്തിട്ടല്ല, എനിക്ക് ഇന്നലത്തെ എക്സസൈസ് ചെയ്തിട്ടാണ് എനിക്ക് നടുവേദന ഉള്ളത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ശരീരവേദന. ഞാനൊരു 10 minute കിടന്നിട്ടൊക്കെയാണ് വന്നത്. പക്ഷേ 10 minute അല്ല, ഒരു 5 minute കിടന്നുള്ളൂ. ഇനി ഊണ് കഴിച്ചിട്ട് ഞാൻ കുറച്ച് നല്ലോണം റെസ്റ്റ് എടുക്കും. ബിക്കോസ് നമുക്ക് വൈകുന്നേരം ഡ്രസ്സിക്കാൻ പോകാനുള്ളതാണ്, ഡ്രസ്സിക്കാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശക്കല്ല, അല്ലേ? വിശക്കല്ല, എനിക്ക് ഭയങ്കര വിശക്കല്, ടയേർഡ് എല്ലാം കൂടിയാണ് കേട്ടോ ഇന്ന്. അനു വരും. അനു 5 മണിയാകുമ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക്. എന്നിട്ട് നേരെ അല്ല, അവളിങ്ങോട്ട് വരാന്ന് പറഞ്ഞു ഡ്രസ്സ് നോക്കണ്ടേ. അവളിവിടെ വന്നിട്ടാണ് ഡ്രസ്സൊക്കെ നോക്കണത്. ഞാൻ വിളിച്ച് പറയാം. അപ്പോൾ എനിക്കാണെങ്കിൽ ഡെന്റിസ്റ്റിന് അപ്പോയിൻമെൻറ്റ് 5 മണിക്ക് കിട്ടണത്. അപ്പോൾ അത് മാറ്റിയിട്ട് മൺഡേ വന്നാൽ മതി എന്നൊന്ന് ചോദിക്കണം. നമുക്ക് നേരത്തെ പോകാനാണ് നമ്മളെ പ്ലാൻ. ഓക്കെ, അയ്യേ ഏട്ടന് 1 weekന്റെ മെഡിസിനാണ് കൊടുത്തേക്കണം. ഇനി നെക്സ്റ്റ് സാറ്റർഡേ വന്നിട്ട് വീണ്ടും നമുക്ക് അപ്ഡേറ്റ് എന്താണ് റിവ്യൂവിന് വീണ്ടും വരണം അല്ലേ ഏട്ടാ? അടിക്ക് നോക്കിയ സാധനം കുറുമ്പി. ഇവിടെ നോക്കിയാൽ തിരിഞ്ഞു നോക്ക്, ഇപ്പുറത്ത് നോക്ക്. വരുന്നുണ്ടോ ഇവിടെ ഇവിടെ ഇരിക്കാൻ പോകണോ? അവിടെ സ്കൂട്ടറിൽ കയറി ഇരിക്കണം. വാടാ, ഞാൻ പോണു. ബൈ, സി യു. ഡാഡിയെ മോളും കൂടി വന്നോണ്ടാ കേട്ടാ. ഹലോ എവ്രി വൺ, ഞാനിവിടെ പറ്റായിപ്പോയി മക്കളെ. ഞങ്ങൾ ഡോക്ടറെ അടുത്ത് നിന്ന് വന്നതിന് ശേഷം അങ്ങനെ പോയി ഫുഡ് കഴിച്ചിട്ടോ. ഫുഡ് കഴിച്ചാൽ വന്നിട്ട് ഊണ് കഴിച്ചു. ആൻഡ് ചോറ്, ബീട്രൂട്ട് തോരൻ, മീൻ വറുത്തതും പിന്നെ തക്കാളി കറിയായിരുന്നു. അപ്പോൾ ബീട്രൂട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് പോയത്. നമുക്ക് ഡോക്ടറെ അടുത്ത് പോകണമെന്നല്ല. അപ്പം അങ്ങനെ പോയതിന് ശേഷം അങ്ങനെ വന്ന് ടയേർഡായിപ്പോയി. യെസ്, അങ്ങനെ ഊണ് കഴിച്ചതിന് ശേഷം
ഞാൻ എനിക്ക് ഭയങ്കര ബാക്ക് പെയിന്, ഭയങ്കര ടയേർഡ്നെസ്. അപ്പം അങ്ങനെ കിടക്കാന്ന് വിചാരിച്ചു. ഞാൻ ഓടി വന്ന് കിടന്നു. ഞാൻ യൂഷ്വലി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറേ നേരം പിന്നെ ഫോണൊക്കെ നോക്കിയിരിക്കട്ടോ. അവിടെ തന്നെ ഇരിക്കും കുറേ നേരം. ഇനിയിപ്പോൾ നമുക്ക് കൈ ഉണങ്ങിയാലും കല്യാണം വൈകൂലല്ലോ. ഓൾറെഡി കല്യാണം കഴിഞ്ഞ് സെറ്റ് ആയതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് ഊണ് കഴിച്ചിട്ട് കൈ ഉണക്കിക്കൊണ്ട് ഫോണൊക്കെ നോക്കിയിരിക്കാം. അപ്പം ഞാൻ അങ്ങനെ യൂഷ്വലി കുറഞ്ഞിരിക്കും. പക്ഷെ എനിക്ക് കിടക്കണം എന്നൊരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ വന്നിട്ട് ഓടി വന്നിട്ട് കിടന്നു. അപ്പോൾ കിടന്നു അത് ചില്ല് ചെയ്ത് കിടക്കണം. ഇനിയിപ്പോൾ പാവ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉറങ്ങാൻ വേണ്ടിയിട്ട് 2:30. പിന്നെ അനു 4 മണി കഴിയുമ്പോൾ വരും. അയ്യോ, അതിന് മുന്നേ കുറച്ച് നല്ലോണം റെസ്റ്റ് എടുക്കണം. എന്താ കഴിക്കണേ? മോതിരോ? കപ്പലണ്ടി. മോതിരോന്ന് വട്ടിയേസ്. കപ്പലണ്ടി കഴിക്കണം. ബെഡിലിടരുത് കേട്ടോ. എന്നിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് വായ വിട്ടോ ഉറങ്ങാം. കണ്ട ഫേസ്. നമുക്ക് ചാറ്റ പോകണോ വൈകുന്നേരം? ചാറ്റ പോണോ വൈകുന്നേരം? ആ, ഒന്ന് വേഗം കഴിച്ചിട്ട് ഉറങ്ങാൻ പാ. അതേലോ. ഹലോ ഹലോ. ആ, അനു വന്നു. അതെ, ഞങ്ങൾ ഇനി റെഡി ആവാൻ വേണ്ടി പോകണ്ട്. ഞാൻ ആക്ച്വലി ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. എനിക്കാണെങ്കിൽ എനിക്ക് 2 ദിവസത്തെ വർക്കൗട്ട് ഞാൻ തളർന്നു പോയി എന്നുള്ളതാണ്. എനിക്ക് എണീക്കാൻ പറ്റണില്ല. ഞങ്ങളൊന്ന് ഉറങ്ങിപ്പോയി. അതിന് 4 മണിക്ക് തന്നെ ഞാൻ 4:15 വരെ കണ്ണുറങ്ങാൻ ശ്രമിച്ച് നടന്നില്ല. ആണോ? അത്ര വരെയൊക്കെ എത്തി നിങ്ങള്? എന്റെ അടുത്ത് അമ്മ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അമ്മ എന്ന് പറഞ്ഞു അനു വന്നു. പക്ഷെ എനിക്കത് കണ്ണു തുറന്ന് അനുവെന്ന് വിളിക്കാനുള്ള ശക്തി പോലെ ഉണ്ടത്. ഞാൻ അടക്കണ്ടോ? ഞാൻ അനുവല്ലേ, ആ സാരില്ല അവിടെ ഇരുന്നോളൂ. എന്റെ കിടന്നു. പിന്നെ ഒരു 4:15 കിരൺ അനു വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്ത് ചെയ്തു? ഞാൻ അനുവിനെ പിടിച്ചിവിടെ കിടന്നു. ഞങ്ങളൊരു 10-20 മിനിറ്റ് ഇവിടെ കിടന്നു നിർത്താൻ. ഇനി നമുക്ക് ഇരുന്ന് അതെ, അതിന് മുന്നേ ഞാൻ ഇവിടെ എണീക്കണം. ഇവിടെ നമുക്ക് ശരിക്കും വരെ സൂര്യലുണ്ട്. അപ്പൊ നമ്മൾ സൂക്ഷിക്കണം. അപ്പൊ ഞങ്ങൾ ഇനി കിടന്നു. ഞങ്ങളുടെ പറഞ്ഞത് 5 മണിക്ക് പോകണം. അതുകൊണ്ട് അതിൻ്റെ അടുത്ത് 4 മണിക്ക് വരാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കിടന്നു വർത്താൻ പറയണം കുറെ നേരമായിട്ട്. അപ്പൊ ഇനി ഞങ്ങൾ എന്താ ചെയ്യണം? ഞങ്ങൾ റെഡി ആവാൻ പോണേ. ഞാൻ വയ്യ. റെഡി കഴിഞ്ഞ നമ്മൾ ഓണാണ്. പക്ഷെ ഈ ബെഡിൽ നിന്ന് ഇറങ്ങുന്നത് വരെ അയ്യോ വയ്യേ, സത്യം. ഞങ്ങൾ ഇങ്ങനെ റെഡി ആയില്ലെങ്കിൽ നമ്മൾ ചന്ദ്രൻ അടി കൊണ്ടിട്ട് നമ്മൾ ഓടി റെഡി ആയിട്ട് വരും. ആ, നമുക്ക് വേറെ റെഡി ആവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ബൈ. യെസ്, അങ്ങനെ ഞങ്ങള് 1 മണിക്കൂറത്തെ പ്രയത്നത്തിന് ശേഷം നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മളെല്ലാം റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പൊ 5:45. അനു വാവയും കൂടെ കളിച്ചോണ്ടിരിക്കുന്നത്. ഹായ് പറയും പിള്ളേരെ രണ്ടുപേരും. ഉണ്ണി കൂടി ഷൂട്ട് കൊണ്ടിരിക്കുന്നത്. ഏട്ടാ ഇറങ്ങാം ടോയ്. ആ, അമ്മ ഞങ്ങൾ പോയിട്ട് ബൈ. യെസ്, അങ്ങനെ നമ്മള് മോളിലേക്ക് പോകാൻ വേണ്ടിട്ട് ഇവിടെ എല്ലാവരും വണ്ടിയിൽ ബാക്കില് നമ്മുടെ 3 പിള്ളേർ ഓക്കെ 3 ഞങ്ങളുടെ 3 പിള്ളേരും അല്ലേട്ടാ. 3 പിള്ളേരും ഞങ്ങളും കൂടി പോവാണ്. ഇരിപ്പ് ഉണ്ട് അത് തന്നെ. അപ്പൊ ഞങ്ങൾ 5 പേരും കൂടി ഇറങ്ങി കേട്ടോ. ഇപ്പൊ മഴയൊന്നും ഇല്ല. യൂഷ്വലി നമുക്ക് ഈ സമയത്തൊക്കെ മഴ പെയ്യണതാണ് നമ്മളുടെ ഒരു ടെൻഷൻ. പക്ഷെ കുഴപ്പമില്ല, നമ്മളിപ്പോ ഒന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. ആണല്ലേ? ആ, ഇവളുടെ അവിടെ മഴയായിരുന്നു. അതെ, മഴ അതാണ് നമ്മള് നേരത്തെ വന്നതും അല്ലേ? ഞാൻ 3:30 കഴിഞ്ഞപ്പോ തന്നെ എത്തിയതാ. അപ്പൊ നമ്മളിനിയിപ്പോ എത്തിയതിനു ശേഷം നമ്മൾ കുറച്ച് നേരത്തെ എത്തും. ബിക്കോസ് നമുക്ക് നെക്സസിൽ പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് സാറ്റർഡേ സൺഡേ ഒക്കെ ഇവിടെ മോളിലേക്ക് ഒരു കുത്തൊഴുക്ക് ഭയങ്കര തിരക്കാണ്. പക്ഷെ ഇവിടുത്തെ ബാംഗ്ലൂരിലെ ആൾക്കാര് പൊതുവെ നിങ്ങളുടെ ഒക്കെ വിചാരം നമ്മളിവിടെ പൊളിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ആകെ മോൾസ് മാത്രമേ ഉള്ളൂ പോവാൻ. എല്ലാരും അതല്ലേ സത്യം? നമ്മുടെ ജീവിതം അതാണ് ഇവിടെ. നമുക്ക് വേറെ അങ്ങനെ ഒന്നുമില്ല പോവാൻ. ഈറ്ററീസ്, അതായത് ബ്രൂവറി, പബ്ബുകള്, കാഫേസ് ആൻഡ് മോൾ. വേറെ ഒരു സംഭവമില്ല. നമ്മളിവിടെ കറങ്ങാൻ പോവാൻ അതുണ്ട്, ഇതുണ്ട്, മൂന്നാറുണ്ട്, ഇടുക്കി മറ്റേ ബീച്ചിന്റെ സ്ഥലം എന്താണ്, വർക്കലയുണ്ട്. ഇവിടെ ഒരു തേങ്ങയും ഇല്ല. ഇവിടെ നമ്മുടെ ആകെ ജീവിതം നമ്മള് മോളിലാണ് തീർക്കുന്നത്. മോൾ. അപ്പൊ നമ്മള് മോളിലേക്ക് നമ്മളൊക്കെ ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമുക്ക് മോളിലേക്ക് പോകേണ്ട വേറെ ഒരു രക്ഷയില്ല. അപ്പൊ നമുക്ക് ആ മോളിലേക്ക് പോകാം. പക്ഷെ നമുക്ക് കുറച്ച് സന്തോഷമുണ്ട് അല്ലെ, നമുക്ക് കോൺസേർട്ട് ഒക്കെ കാണാൻ വേണ്ടി പോണത്. ജോബ് കുര്യൻ വൈദ്യുതി ഉച്ചയ്ക്ക് നമ്മുടെ നാട്ടിൽ എത്തിയതായിട്ട് അറിയിച്ചിട്ടുണ്ട് കേട്ടോ. പുള്ളി എന്നിട്ടാണ് ഇന്ന് സ്റ്റോറി ഇട്ടിട്ടുണ്ടായത്. ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും റീച്ച് ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ എക്സൈറ്റഡ്. നമുക്ക് പോവാം. അങ്ങനെ നമ്മളൊരു 6:15 ആയപ്പോഴത്തേക്കും നമ്മൾ ശാന്തിനികേതൻ മോളിൽ എത്തിയിട്ടോ. അപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു കോൺസേർട്ട് ഏരിയ ഉണ്ടെന്നുള്ള സത്യം തന്നെ ഞങ്ങൾ ഈ കോൺസേർട്ടിന് പോയപ്പോഴാണ് മനസ്സിലാക്കിയത്. ആൻഡ് ഓൾസോ ഇത് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ കോൺസേർട്ടാണ് കേട്ടോ. എൻ്റെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാസ് കിട്ടി നമ്മളത് ആ ടാഗ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിച്ചൊക്കെ തരും. അതിനുശേഷം നമുക്ക് നമ്മളുടെ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കാം. നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിള്ളേർക്ക് പാസ്സൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയിരുന്നു, നല്ല എക്സൈറ്റഡ് ആയിരുന്നു നമ്മളെല്ലാവരും. ഉണ്ണിക്കുട്ടിയുടെ ഫേസ് കണ്ട് അത്ര എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നില്ല. പക്ഷേ അവൻ്റെ കോൺസേർട്ട് കഴിഞ്ഞപ്പോൾ ഇഷ്ടമായി എന്നൊക്കെയാണ് പറഞ്ഞത്. തറലി എൻജോയ് ചെയ്തത് ഞാനും അനുവും വാവയായിരുന്നു. ഞങ്ങളവിടെ
ഭയങ്കര സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു. 7 o'clock എന്നുണ്ട് കുറച്ച് ഡിലേ ആയിട്ടാണ് പരിപാടി തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അല്ലാണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ ഈ കോൺസെർട്ട് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള മലയാളീസ് ആയിട്ടുള്ള സിംഗേഴ്സും അവരുടെ ആ ബാൻഡ് വെച്ചിട്ടാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ ഗാനമൂർത്തിൻ്റെ ആയിരുന്നു. ഗാനമൂർത്തിൻ്റെ പാട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഇവരും ഇവിടെ ബാംഗ്ലൂരിലുള്ള ഇതാണെന്നാണ് എൻ്റെ ബാൻഡാണെന്ന് എൻ്റെ വിശ്വാസം. ഭയങ്കര രസമായിരുന്നു. മെയിൽ വോയിസ് അടിപൊളിയായിരുന്നു കേട്ടോ. മെയിൻ സിംഗർ ഭയങ്കര എനർജി ആയിരുന്നു. നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു അവർ. അതിനുശേഷം ഒരു 9 അടുത്തപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് കുര്യൻ വന്നത്. അപ്പോൾ തന്നെ ആൾക്കാർക്ക് കുറച്ച് പിസ്റ്റ് ഓഫ് ആയിരുന്നു. ഈവൻ ദ പുള്ളി വന്നു കഴിഞ്ഞിട്ട് ഹീ സെറ്റ് ദ സ്റ്റേജ് ഓൺ ഫയർ ആണെങ്കിൽ കൂടെയും ആ ഡിലേ ആയതൊരു ഇച്ചിരി സങ്കടമായിരുന്നു എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും വേഗം പുള്ളിനെ കൊണ്ടുവരൂ എന്നൊക്കെ പറയാൻ തുടങ്ങി. ഭയങ്കര ഭയങ്കര ഡിലേ പരിപാടി അല്ലേ? ഡിലേ ഒരു ഡിലേ. ഞങ്ങളുടെ മുന്നേ പ്ലേ ചെയ്ത ബാൻഡ്സിനെ പ്രോത്സാഹിപ്പിച്ചതിനും ഇനി അങ്ങോട്ട് നിങ്ങളുടെ സ്നേഹമുണ്ടെന്നുള്ള വിശ്വാസത്തിൽ പ്രോത്സാഹനമുള്ള വിശ്വാസത്തിൽ മൂവിങ് ഫർദർ വിത്ത് ദ നെക്സ്റ്റ് ട്രാക്ക്. കോൺസേർട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ കയറിയേക്കണ്ട. വാട്ട് എ കോൺസേർട്ട്, അമേസിങ് ഇറ്റ് വാസ്. എല്ലാവരും അടിപൊളിയായിരുന്നു. കുറച്ച് ലാഗ് ആയിരുന്നു, ഡിലേ ആയിട്ടാണ് പരിപാടി തുടങ്ങിയത്. 7 മണി എന്ന് പറഞ്ഞിട്ട് 7:30 കഴിഞ്ഞു. എന്നിട്ട് 2 പ്രാവശ്യം വേറെ ബാൻഡിന് ആൾക്കാരാണല്ലോ പാടിയത്. അപ്പോൾ തന്നെ ആൾക്കാർ ഭയങ്കര റെസ്റ്റ്ലെസ് ആയി. 9 മണിക്കാണ് ജോബ് കുര്യൻ വന്നത്. അപ്പോൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആയി. ആൾക്കാർ ബഹളമൊക്കെ വെള്ളത്തിൽ പ്ലീസ് ബ്രിങ് ഇൻ എന്നൊക്കെ പറഞ്ഞ ബഹളമായിരുന്നു. പുള്ളിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വേറെ ലെവലായി വന്നു. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. അപ്പോൾ ഞങ്ങൾ അമേസിങ് ആയിട്ടുള്ളൊരു കോൺസേർട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ കയറിയിരിക്കണം. ഇവിടെ സോൾട്ടിലാണ് കയറിയിരുന്നത്. ഇവിടെ ഈ മോളിൻ്റെ ഉള്ളിൽ തന്നെ. നമ്മൾ വേറെ എങ്ങും ഫുഡ് കോർട്ടിലൊന്നും പോകുന്നില്ല. ബിക്കോസ് ഫുഡ് കോർട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ചിലപ്പോൾ കൂട്ടി പോകാൻ ചാൻസ് നോക്കി നോക്കാം. ഞങ്ങൾ പ്ലാൻ പെട്ടെന്ന് മാറ്റി. നമ്മൾ അവിടെ നിന്ന് റെസ്റ്റോറൻറ്റിൽ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്താൽ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ. സ്ട്രീറ്റിലല്ല, ഇവിടെ ഒരു ചെറിയൊരു നല്ല ഭംഗിയുള്ളൊരു നല്ലൊരു സ്ട്രീറ്റ് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോകാമെന്ന് ചോദിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വേഗം ചാടി ഇറങ്ങി. സോ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ എന്താ പറയുക, ഉണ്ണിപിടിക്കുന്നത് നമ്മളുടെ ശാന്തിനികേതൻ മോളിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ചെറിയ സ്ട്രീറ്റ് മാതിരി ഉണ്ട്. കാണിച്ചു തരാവേ. ഇങ്ങനെ പുതിയതാണ് കേട്ടോ. ഇത് ഭയങ്കര പുതിയതാണ്. ഇങ്ങനെ കുറേ തരം ചായക്കടകൾ, ബിരിയാണി, ഇഡ്ഡലി, പിന്നെ ഗിഫ്റ്റ്, പൊറോട്ട, ബൺ പൊറോട്ട, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഈ ഇടയ്ക്ക് വന്നതാ. ഞങ്ങളൊരു ദിവസം ചായ കുടിക്കാനോ ഷേക്ക് കഴിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം, ഞാനും ആഡനും കൂടി. നമുക്കിവിടെ നോക്കാം ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം അല്ലേട്ടാ. നമസ്കാരം. ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ബൺ പൊറോട്ട കഴിക്കാനാണ് കയറിയത് കേട്ടോ. നമ്മളിവിടെ ചിക്കൻ കറി, പള്ളിപ്പാളയം ചിക്കൻ കറിയും ബൺ പൊറോട്ടയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇവിടുത്തെ HSU ബാംഗ്ലൂർ ബൺ പൊറോട്ട കേട്ടോ. ഹംഗ്രിയാണോടാ? എന്താ കൂട്ട് നമ്മുടെ പയ്യോ നമുക്ക് ഒരെണ്ണം പോരാ അല്ലേ? അല്ലേ ചിലപ്പോ ഒരെണ്ണം പറഞ്ഞാ മതി, വേറെ തരും. ആ ചേട്ടൻ അങ്ങനെയാ. നമ്മൾ രണ്ട് വലിയ ബൺ പൊറോട്ട ചേർന്ന് പറഞ്ഞു. പക്ഷെ ഇതൊന്നും ആവില്ല, ഇത് ഡിലിഡ് എത്ര ഉള്ളൂ. നമ്മൾ വേറെ പറയും. നമ്മള് കറി വന്നിട്ടുണ്ട്, കറി പള്ളിപ്പാളയം ചിക്കൻ കറി. അപ്പൊ അനുവിന്റെ കൗണ്ടർ പാളാതിരുന്ന മതിയായിരുന്നു. ആ പള്ളിപ്പാളയം ഉണ്ടെന്നല്ലേ പറഞ്ഞ? ഇല്ലേ, പാളിയായി പാളിയായി നൈസായിട്ട് പാളി. നമ്മളിവിടെ നല്ല കനത്ത പൊറോട്ട അപ്പം അവിടെ എടുത്ത് കഴിക്കും. നല്ല സോഫ്റ്റ് ബൺ പൊറോട്ട വിത്ത് നല്ല ചിക്കൻ കറി. ഇല്ല അടിപൊളിയാട്ടാ.
മണ്ണിന് അത് വന്നതല്ലോ ഒന്നുകൂടി പറ. നല്ല ടേസ്റ്റാ. നമ്മൾ വന്നാൽ മതി. നമ്മൾ കബാബും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഏട്ടൻ കൊത്തു പൊറോട്ട, എഗ്ഗ് കൊത്ത് തരാം. എഗ്ഗ് കൊത്തു പൊറോട്ട പറഞ്ഞു. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അയ്യോ നാളെ കൊണ്ട് വർക്കൗട്ട് ചെയ്യണമല്ലോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും കൂടി വീട്ടിൽ പോയിട്ടോ. പിന്നെ ഞാൻ വ്ളോഗ് എൻഡ് ചെയ്യാൻ മറന്നു പോയത് കൊണ്ട് ഞാൻ ഈ ലാസ്റ്റത്തെ വ്ളോഗ് ഇങ്ങനെ എൻഡ് ചെയ്യുന്ന വ്ളോഗായിട്ട് ക്ലിപ്പായിട്ട് ഇവിടെ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നോണ്ട്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.